ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ക്ലീൻ ആക്കേണ്ട ഏരിയ. ക്ലീൻ ആക്കേണ്ട ഏരിയ മൊത്തം പൊടിയടിച്ച് കിടക്കുകയാണ്. ഫുൾ ഓഫ് ഡസ്റ്റ്, ഭയങ്കര പൊടിയാണ്. കണ്ടാ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ സർഫസ്. കണ്ടാ ഞാൻ ക്ലീൻ ആക്കണ്ട, ഭയങ്കര പൊടി. എനിക്ക് മാത്രമല്ല അലർജി ഉണ്ട്, എൻ്റെ തുമ്മൽ കാണും. ബട്ട് ചെയ്തില്ലേ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ക്ലീൻ ആക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കാണുന്നത് PSC റിലേറ്റഡ് വീഡിയോസ് ആണ്, കുറച്ച് മോട്ടിവേഷനാണ്, പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഒരു സ്റ്റഡി ജേർണിയെ പറ്റിയാണ്. അപ്പോൾ ക്യാഷ്വലായിട്ട് എനിക്ക് ഈ ക്ലീൻ ചെയ്തതിനിടയ്ക്ക് പറയാമല്ലോ ഞാൻ എങ്ങനെയാണ് പഠിച്ചത്, എൻ്റെ മോട്ടിവേഷൻ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഷെയർ ചെയ്യാൻ പോകുന്നത്. കേൾക്കുന്നുണ്ടല്ലോ? അപ്പം ബാ വീഡിയോ കാണാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം പറയുകയാണെങ്കിൽ നമുക്കിപ്പം നിങ്ങൾ ഓരോ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും ഓരോരോ ആവശ്യങ്ങൾ കാണത്തില്ലേ? ഇപ്പം നമുക്ക് ജോലി വാങ്ങിക്കേണ്ട എന്തിനാണ് എന്നുള്ളൊരു സംഭവം കാണത്തില്ലേ? അങ്ങനെ ആവശ്യമുള്ളവരെ പഠിച്ചെടുക്കത്തോളൂ. മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ജോലി വാങ്ങിച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം, എനിക്ക് കയ്യിൽ പൈസ വേണം, എനിക്ക് കുറേ ആവശ്യങ്ങളുണ്ട്, ഫാമിലിയിൽ കുറേ ബാധ്യതകളുണ്ട്, അതെല്ലാം തീർക്കണം, അങ്ങനെയുണ്ട്. ചില ആൾക്കാർക്ക് സൊസൈറ്റിയിൽ ഒരു അംഗീകാരം വേണം, ചില ആൾക്കാർക്ക് എന്താ ഒരു നല്ല കല്യാണാലോചന അല്ലേ? അങ്ങനെ പലർക്കും പല രീതിയിലാണ് ഈ ആവശ്യം എന്നൊരു സംഭവം വരുന്നത്. അത് എത്രത്തോളം ഇൻറ്റൻസ് ആണോ അതിനനുസരിച്ച് നമ്മൾ പഠിക്കും. ഇപ്പം നമ്മൾ വിചാരിക്കുമോ എനിക്കിപ്പം ജോലി കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, കിട്ടിയാൽ കൊള്ളാം എന്ന് പഠിക്കുന്നവർക്ക് ജോലി കിട്ടത്തില്ല. കാരണം അവർക്ക് അതിൻ്റെ അത്ര ആവശ്യമില്ല. അവരുടെ ആവശ്യം എന്താ? ജോലി കിട്ടിയാൽ എന്താ, നമുക്ക് ചുമ്മാ ഒരു ഷൈനിങ് ആയിട്ടുള്ള ജോലി എന്നുള്ള സംഭവം. അത് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് നല്ല അടിപൊളി ജോലി വേണം, ജോലി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അവരതനുസരിച്ച് വർക്ക് ചെയ്യും. അല്ലാതെ ആൾക്കാർക്ക് എന്തില്ല, അതിന് മോട്ടിവേഷൻ കുറവായിരിക്കും. അങ്ങനെ മോട്ടിവേഷൻ കുറവായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ ചാൻസ് കുറവാ? ജോലി കിട്ടാൻ ചാൻസ് കുറവാ. ഓക്കെ, അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ജോലി കിട്ടുന്നത് സ്ട്രഗിൾ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് നല്ല വർക്കാണ്, എനിക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വർക്കാണ്, പക്ഷെ എനിക്ക് ഈ ജോലി കിട്ടിയേ പറ്റൂ, ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള പറയുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ജോലി കിട്ടും, മനസ്സിലായോ? നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് അത്രയൊരു ആഗ്രഹമുണ്ട് അല്ലെ, ആവശ്യമുണ്ട്. ആ ആവശ്യം ഉണ്ടായതുകൊണ്ട് നമ്മളെന്താ, എപ്പോൾ സമയം കിട്ടിയാലും നമ്മുടെ ചിന്ത ജോലി വാങ്ങിക്കണം ജോലി വാങ്ങിക്കണം ജോലി വാങ്ങിക്കണം എന്നായിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ അതിന് വേണ്ടി തീവ്രമായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് ജോലി കിട്ടും. കാരണം നമ്മൾ ഊണിലും ഉറക്കത്തിലും നമ്മൾ എപ്പോൾ എന്ത് ചിന്തയാണെങ്കിലും നമുക്ക് എന്താ, അയ്യോ ഞാൻ ആ ക്വസ്റ്റ്യൻ പഠിച്ചില്ലല്ലോ, ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തില്ലല്ലോ, മറ്റേ എൻ്റെ ആൻസർ കീ കറക്റ്റായിട്ട് നോക്കിയില്ലല്ലോ, അങ്ങനെ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് കാണും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും അതുമായിട്ട് ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർ കിട്ടും. അല്ലാതെ എപ്പോഴും പഠിക്കാൻ സമയമുള്ള ആൾക്കാർക്ക് കിട്ടാൻ ചാൻസും കുറവാണ്. കാരണം എന്താ അറിയാവോ, ഇവർ പറയും ഇതിനിപ്പോൾ ഇത്ര സമയം ഉണ്ടല്ലോ, മറ്റേ ഇപ്പോൾ പഠിക്കാം, അപ്പോൾ പഠിക്കാൻ വിചാരിക്കും. മറ്റേ അങ്ങനെയല്ല, എനിക്ക് സമയമില്ല, എനിക്ക് അതിൻ്റെ കൂടെ ഇതും കൂടി വർക്ക് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് എന്താ കിട്ടുന്ന സമയം ഒരു മാക്സിമം നല്ല എഫക്റ്റീവായിട്ട് പഠിക്കും. മറ്റവർക്ക് എത്ര സമയം കിട്ടിയാലും എഫക്റ്റീവായിട്ടുള്ള പഠനം കുറവായിരിക്കും. അതുകൊണ്ട് സ്ട്രഗിളിലൂടെ പോകുന്ന ആൾക്കാർ, വർക്കുണ്ട് അല്ലെങ്കിൽ എനിക്ക് ജോലിയുണ്ട്, വീട്ടിൽ നല്ല ജോലിയുണ്ട്, പഠിക്കാൻ സമയമില്ല, എന്നിട്ട് ഞാൻ സമയം കണ്ടെത്തി പഠിക്കുക, എനിക്ക് ഇത്ര സമയം മതിയോ, ഇത്ര സമയം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ പഠിക്കുന്നവർക്കേ ജോലി കിട്ടത്തുള്ളൂ. മനസ്സിലായോ? എത്ര സമയം കിട്ടുന്നോ അത്രയും സമയം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടത്തുള്ളൂ. അല്ല ഒരുപാട് മണിക്കൂർ, എനിക്ക് 24 മണിക്കൂർ പഠിക്കാൻ സമയമുണ്ട്, പക്ഷേ നമ്മൾ എഫക്റ്റീവായിട്ട് അല്ല വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ചാൻസ് കുറവാണ്. ഞാൻ പഠിച്ച സമയത്ത്, ഞാൻ ഡിഗ്രി സമയത്താണ് പഠിച്ചത്. ഡിഗ്രി നല്ല സ്ട്രഗിൾ ചെയ്ത് എനിക്ക് ഒട്ടും സമയമില്ല, അതിനിടയ്ക്കാണ് ഞാൻ വർക്ക് ചെയ്തത്. ഓക്കെ, വർക്ക് ചെയ്ത് ഞാൻ ജോലി വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിച്ച സമയത്ത് ഡിഗ്രി ഇല്ലേ, ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ അങ്ങ് ക്ലീൻ ആക്കിയിട്ട് ആ കാര്യം പറഞ്ഞുതരാം. ഓക്കെ, ഭയങ്കര പൊടി. അപ്പം ഞാൻ പഠിച്ച ഡിഗ്രി സമയത്താണ് കേട്ടോ. ഡിഗ്രി സമയത്താണ് എനിക്ക് എന്തുണ്ടായിരുന്നത്, എനിക്ക് ജോലി വേണം എന്നൊരു വലിയൊരു അത്യാവശ്യം വന്നത്. കാരണം എൻ്റെ ഒരു ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞിലെ തന്നെ എൻ്റെ അമ്മയും അച്ഛനും അവർ രണ്ടുപേരും ഗവൺമെൻറ് സർവീസിലാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി എനിക്കൊരു വഴി അറിയാം, എങ്ങനെ അത് പഠിക്കണ്ടേ, എങ്ങനെ എപ്പം എഴുതി തുടങ്ങണം, PSC എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ എക്സാംസാണ് ഉള്ളത് എന്നൊരു ഐഡിയ എനിക്ക് ഓൾറെഡി ഉണ്ട്. എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ പഠിക്കണം അല്ലെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കണം ആ ഒരു സംഭവം എനിക്കില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അതൊരു പ്രശ്നമാണ്. കാരണം ഇതെങ്ങനെയാണ് പഠിക്കണ്ടേ,
ഇത് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്, ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് ചോദിക്കുന്നത്, സിലബസ് ഏതാ, എങ്ങനെ ഡൗൺലോഡ് ചെയ്യണ്ടേ എന്നൊന്നും ആർക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. കുഞ്ഞിലേ തന്നെ എനിക്ക് പല രീതിയിലുള്ള കോമ്പറ്റീവ് എക്സാംസ് എഴുതിയതിൻ്റെ ഒരു പരിചയവും ആ സമയം ഉണ്ട്. അതുകൊണ്ട് എനിക്കറിയാം PSC എന്ന് പറഞ്ഞാൽ ഒരു 18 വയസ്സാകുമ്പോൾ എഴുതി തുടങ്ങാം, അങ്ങനെ എഴുതി തുടങ്ങി കഴിയുമ്പോൾ ഉടനെ തന്നെ ജോലി കിട്ടും, ഒരു ഐഡിയ എനിക്ക് ഓൾറെഡി ഉണ്ട്. ഞാൻ +1 +2 കഴിഞ്ഞിട്ട് എനിക്ക് +1 +2 വരെ എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് ആയിരുന്നു കേട്ടോ. +1 +2 ആയപ്പോഴത്തേക്കും എനിക്കത് മാറിയിട്ട് എനിക്ക് ഡോക്ടറായാൽ കൊള്ളാം, മനസ്സിലായോ, അങ്ങനെ ഐഡിയ വന്നു. അപ്പം ഞാൻ അവിടുന്ന് തെന്നി മാറിയിട്ട് സിവിൽ സർവീസ് എന്നൊരു സംഭവത്തിൽ നിന്ന് മാറിയിട്ട് ഞാൻ എൻട്രൻസ് എഴുതാൻ പോയി. അപ്പോൾ ഞാൻ സയൻസ് പഠിച്ചു, സയൻസ് കുറച്ചുകൂടി നല്ലോണം ഡെപ്തിൽ പഠിച്ചു, എൻട്രൻസ് എഴുതാൻ പോയി. എൻട്രൻസ് എഴുതാൻ പോയപ്പോൾ എന്താ നല്ല കോമ്പറ്റീഷൻ അല്ലേ, നമ്മൾ പഠിക്കുന്നതിനൊക്കെ പഠിച്ചാൽ പോരാ, നല്ല ആത്മാർത്ഥമായിട്ട് പഠിക്കണം. അന്ന് എനിക്ക് ആ ഒരു ആത്മാർത്ഥതയും കാര്യങ്ങളൊന്നും ഇല്ല, കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ എൻട്രൻസ് അപ്പിയർ ചെയ്തു, നീറ്റ് എക്സാമൊക്കെ എഴുതി, റാങ്ക് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, എനിക്ക് ഒരു കോഴ്സും കിട്ടത്തില്ല, അതിന് എനിക്ക് ഞാൻ ഫെയിലായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഈ പരാജയങ്ങൾ നേരിട്ട് വരുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും, അയ്യോ എനിക്കിത് പറ്റത്തില്ലേ, ഞാൻ എന്തോ ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് അവസരം കൊടുക്കാതെ എൻ്റെ വാപ്പി കൊണ്ടുപോയി എന്നെ ഒരു PSC ക്ലാസ്സിന് ജോയിൻ ചെയ്യിപ്പിച്ചു. PSC ക്ലാസ്സിന് 18ാമത്തെ വയസ്സിൽ എന്നെ കൊണ്ട് ചേർത്തു. ആണ് ഗൈസ് ഫൈനൽ ലുക്ക് കണ്ടോ, എല്ലാം ശരിയായി, എല്ലാം ബാക്ക് ടു നോർമൽ. എനിക്ക് കറക്റ്റായിട്ടൊന്നും പറഞ്ഞു തരാനൊന്നും പറ്റിയില്ല. ഓക്കെ, സോ നമുക്ക് വീണ്ടും നമ്മളല്ലേ സൺഡേ നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം, ഒന്നേന്ന് എല്ലാം റീസ്റ്റാർട്ട് ചെയ്യാം, അടിപൊളിയായിട്ട് എടുക്കാം. ഇത് എൻ്റെ ഒരു ഡ്രീം ഒരു സംഭവമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അവിടെ ഞാൻ വിചാരിച്ചതൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് അതിങ്ങനെ കിടക്കുകയാണ്. സംഭവം പറഞ്ഞാൽ എനിക്ക് ഈ ലേഡീസിന് വേണ്ടിയിട്ടുള്ളൊരു സൂംബ ക്ലാസ് ചെയ്ത് തുടങ്ങാനായിരുന്നു താല്പര്യം. അങ്ങനെ അത് നടക്കാത്തതുകൊണ്ട് ഞാൻ അനിയത്തി ഇപ്പോൾ ട്യൂഷൻ ക്ലാസ് നടത്തുകയാണ്. ഓക്കെ, അപ്പം അതായിരുന്നു ഇതിൻ്റെ ഒരു ഐഡിയ, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞത്. പക്ഷേ അത്യാവശ്യം നല്ല ക്ലാസ് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു PSC ക്ലാസ്സൊക്കെ തുടങ്ങാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അത് എനിക്ക് തന്നെ സൂംബ, ട്രാവലിംഗ്, ഇങ്ങനെ കുറേ ഐഡിയാസ് എൻ്റെ മൈൻഡിലുണ്ട്. അതൊക്കെ നമുക്ക് പതുക്കെ വർക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഡ്രീം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലോണം പഠിക്കുക, നിങ്ങളെ റിസൾട്ടും നമുക്കൊരു പോഡ്കാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഐഡിയാസ് ഉണ്ട്, ഐഡിയാസിനൊന്നും ഒരു ഭംഗിയില്ല. അതുകൊണ്ട് നല്ലപോലെ പഠിക്കുക, നല്ലപോലെ വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ ഉയർന്നു വരിക. എന്നെ കാണാൻ പറ്റുന്നില്ലേ, ഉയർന്നു വരിക. ബെസ്റ്റ് വിഷസ്. നമുക്ക് നാളെ തൊട്ട് സെറ്റായിട്ട് വീഡിയോസ് എടുക്കാം. നാളെ സാറ്റർഡേ ആണ്, സെക്കൻഡ് സാറ്റർഡേ ആണ്, ലീവാണ്. നമുക്ക് കുറേ വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.